ഹായ് മക്കളെ, ഇന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് എടുക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ലൈൻസ്. 3 ക്വസ്റ്റ്യൻ കേട്ടോ. പാസിംഗ് ത്രൂ പോയിന്റ് 3 -2 -1 4. എടാ രണ്ട് പോയിന്റ്സ് തന്നിട്ട് x1 y1 x2 y2 എങ്ങനെയാ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടത്? സ്ലോപ്പ് m is equal to y2 minus y1 divided by x2 minus x1. ഏതൊക്കെ പോയിന്റ്? ഒന്ന് 3, -2 ആണ്, അടുത്തത് -1, 4 ആണ്. സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? y2 minus y1 4 minus -2 divided by x2 minus x1 -1 -3. എത്ര കിട്ടോടാ? ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ് പോയിന്റ് കേട്ടോ. യെസ്, 4 മൈനസ് ഓഫ് മൈനസ് എന്ത് കിട്ടി? 6 കേട്ടോ. -1 മൈനസ് എത്രയാ മക്കളെ? -4 കട്ട് ചെയ്താൽ -3 കിട്ടും. റെഡി? അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നോക്കിയാലേ y2 minus y1 divided by x2 minus x1. അടുത്തത് മേക്കിംഗ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 60 ഡിഗ്രി വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x ആക്സിസ്. കേട്ടോ, x ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ, അതായത് ഇങ്ങോട്ടേക്ക് വരുന്ന ഡയറക്ഷൻ, ഈ ഡയറക്ഷനുമായിട്ട് ശ്രദ്ധിക്കുക എത്ര ഉണ്ടാക്കുന്ന ആംഗിൾ? 60 ഡിഗ്രി. റെഡി? 60 ഡിഗ്രി. ഓക്കെ, അത് ആന്റി ക്ലോക്ക് വൈസ് ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ കട്ടായി പോയതാ. Making inclination of 60 degree with the positive direction of x-axis in anti-clockwise direction. എടാ, ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണിത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ അറിയാമെങ്കിൽ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കണ്ടേ? ടാൻ തീറ്റ. എളുപ്പം കഴിഞ്ഞിട്ടാ. ടാൻ 60 ഡിഗ്രി. ടാൻ 60 എത്രയാ? 3. റെഡി? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The slope of line which makes an angle of 30 degree with the positive direction of y-axis measured in anti-clockwise. ഇത് x-axisമായി ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല കേട്ടോ, y-axisമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അതായത് ഞാൻ 2 ഫിഗർ വരക്കാം. നിങ്ങൾ ഏതാ ഫിഗർ എന്ന് പറയണേ. യെസ്, രണ്ട് ഫിഗർ. ഇത് എക്സ് വൈ ആക്സിസ് ഉണ്ട്, ഇവിടെ എക്സ് വൈ ആക്സിസ്. ഇങ്ങനെയും വരച്ചു, ഇങ്ങനെയും വരച്ചു. റെഡി മക്കളെ? നോക്കടാ, ഇതാണല്ലോ പോസിറ്റീവ് വൈ ആക്സിസ് അല്ലേ? ഇതാണ് പോസിറ്റീവ് വൈ ആക്സിസ്. ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ 30 ഡിഗ്രി വന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് എത്ര വന്നിട്ടുണ്ട്? 30 ഡിഗ്രി വന്നിട്ടുണ്ട്. റെഡി? ഏത് ഫിഗർ നമ്മൾ എടുക്കണ്ടേ? ഈ ആംഗിൾ ആണെങ്കിൽ നമ്മളിത് എങ്ങനെ അളക്കുക അല്ലേ? ഇവിടെ നമ്മൾ കോമ്പസ് വെച്ച് പ്രൊട്രാക്ടർ വെച്ച് ഇങ്ങനെ അളക്കണം അല്ലേ? ഇത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? ഇത് ആന്റി ക്ലോക്ക് വൈസ്. നേരെ മറിച്ച് ഈ ആംഗിൾ എങ്ങനെ മറക്കാം? നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ മെഷർ ചെയ്യണ്ടേ അല്ലേ? വൈ ആക്സിസിന് വിത്ത് റെസ്പെക്ട് മെഷർ ചെയ്യണ്ടേ? ഇങ്ങനെ വെച്ച് ഇങ്ങനെ മെഷർ ചെയ്യണ്ടേ? ഇത് ഏതാ? ഇത് ക്ലോക്ക് വൈസാണ്. നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? ഇപ്പൊ ഏതാ ഫിഗർ? രണ്ടാമത്തെ ഫിഗർ. അപ്പൊ എങ്ങനെ ഫിഗർ വരിക? ഇതാ, റെഡി അല്ലേ? വൈ ആക്സിസുമായി പോസിറ്റീവ് ഡയറക്ഷൻ, വൈ ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ ആന്റി ക്ലോക്ക് വൈസ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് മക്കളെ? 30 ഡിഗ്രി. ഇത് 30 കേട്ടോ. ഇത് 30 ആണെങ്കിൽ ഇത് 30 ആണല്ലോ, ഇത് 90 ആണല്ലോ. ഇത് എത്ര വരും മക്കളെ? 60 അല്ലേ? ഇത് 60 ആണെങ്കിൽ മക്കളെ ഇത് എത്രയാടാ? ഇത് 120 ഡിഗ്രി. റെഡി? യെസ്, ഇതാണ് ലൈൻ എക്സ് ആക്സിസുമായി ആന്റി ക്ലോക്ക് വൈസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 120 ഡിഗ്രി. ഇതറിയാമെങ്കിൽ മക്കളെ എങ്ങനെ കണ്ടുപിടിക്കുക? ടാൻ തീറ്റ. ടാൻ 120 ഡിഗ്രി എങ്ങനെ മാറ്റിയതാം? ടാൻ 90 + 30 അല്ലേ? 90 + 30. എടാ 90 വന്നാൽ ടാൻ എങ്ങോട്ട് മാറും? കോട്ട് 30ലേക്ക് മാറും. കോട്ട് 30. റെഡി? യെസ്, ടാൻ 90 + 30 120 ഡിഗ്രി. ശ്രദ്ധിക്കുക, അവിടെ ഇയാള് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? ടാൻ നെഗറ്റീവ് കേട്ടോ. ഓക്കെ, സോ മൈനസ് കോട്ട് 30 ഡിഗ്രി എത്ര വരും? ടാൻ 30 എത്രയാ? ടാൻ 30 1/√3. ഇപ്പൊ കോട്ട് 30 എത്രയാ? -√3. റെഡി? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the angle between two lines is π/4, slope of one of the line is 1/2, find the slope of other line. Angle between two lines. എല്ലാവർക്കും ഇക്വേഷൻ അറിയാമോ? എന്താ ഇക്വേഷൻ? tan theta is equal to modulus of m2 minus m1 divided by 1 plus m1 m2 അല്ലേ? 1 plus m1 m2. റെഡി? ശ്രദ്ധിക്കുക, ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് π/4 വന്നിട്ടുണ്ട്. എനിക്ക് ഏതാട്ടോ? tan π/4 ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് വൺ ഓഫ് ദ ലൈൻ 1/2 അല്ലേ മക്കളെ? ഫസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് ഞാൻ 1/2 എന്ന് എടുത്തു. സെക്കൻഡ് ലൈൻ്റെ സ്ലോപ്പ് എനിക്കറിയില്ല, m2. റെഡി? കൊടുക്കാലോ. m2 minus 1/2 divided by 1 plus 1/2 into m2. റെഡി?
എത്ര കിട്ടും? tan pi by 4 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടൂടാ? യെസ് 2m2 minus 1 divided by 2. താഴെയും ശ്രദ്ധിക്കുക, നമുക്ക് 1 plus m2 by 2 എന്നായിരിക്കും താഴെ വരിക അല്ലെ. അയാളെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 2 plus m2 by 2. റെഡി? 2 കട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 is equal to 2m2 minus 1 divided by 2 plus m2. ഇത് മോഡുലസ് അല്ലേ? അപ്പോ മോഡുലസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കുക, ഈ സംഗതി ഉണ്ടല്ലോ 2m2 minus 1 divided by 2 plus m2, ഇതിന്റെ മോഡ് വാല്യൂ ആണ് എത്ര? 1 അല്ലേ? നമുക്കറിയാം മോഡ് 1 ചെയ്താലും മോഡ് -1 ചെയ്താലും 1 അല്ലേ? അപ്പൊ എങ്ങനെ ബ്രേക്ക് ചെയ്യണ്ടേ? ഒരു കേസ് ഞാൻ ഇവിടെ ചെയ്തിട്ടോ. കേസ് 1 2m2 minus 1 divided by 2 plus m2, നമുക്ക് എന്ത് വരാം? 1 വരാം. റെഡി? അപ്പൊ എങ്ങനെ ചെയ്യാം? 2m2 minus 1 equal to 2 plus m2 ഇങ്ങോട്ട് ഇൻഡ് ചെയ്താൽ 2 plus m2 into 1 2 plus m2 എന്നല്ലേ? യെസ്. ആ m2 നെ കൂടി ഇങ്ങോട്ട് എടുത്തേ. 2m2 minus m2 ചെയ്യുമ്പോൾ 2 plus 1 ഇങ്ങോട്ട് വന്നു. m2 is equal to എത്ര കിട്ടി? 3 കിട്ടി. ഒരു ഓപ്ഷൻ കിട്ടിയോ? സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ എന്ത് വരാം? 3 വരാം. റെഡി? അടുത്ത കേസ് എന്ത് ചെയ്യണം? 2m2 minus 1 by 2 plus m2 എന്ത് വരാം മക്കളെ? അത് -1 വരാം. റെഡി? എങ്ങനെ ചെയ്യണ്ടേ? 2m2 minus 1 equal to -2 minus m2 അല്ലേ? ഇവിടെ എത്ര വരും? 3m2 equal to -2 plus 1 ചെയ്യുമ്പോൾ എത്ര വരും? -1. m2 എത്ര കിട്ടിയടാ? -1. ഓക്കെ, രണ്ട് ആൻസർ വരും കേട്ടോ. m2 നമുക്ക് 3 വരാം, -1/3 വരാം. റെഡി? യെസ്. ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് -2 6 4, 8 is perpendicular to the line through the points 8 12 x 24. Find the value of x. പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? -1 ആയിരിക്കും. ഫസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ലൈൻ -2 6 4, 8 പാസ് ചെയ്യുന്ന ലൈൻ എങ്ങനെ കണ്ടുപിടിക്കുക? സ്ലോപ്പ് ഓഫ് 1 8 - 6 divided by 4 - -2 അല്ലേ? 8 - 6 എത്ര കിട്ടും? 2 divided by 4 - -2 6 ചെയ്താൽ ആൻസർ ഇവിടെ എത്ര കിട്ടി? 1/3. റെഡി? രണ്ടാമത്തെ ലൈൻ m2 ശ്രദ്ധിക്കട്ടോ. m2ന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? 8 12 x 24 അല്ലേ? 24 - 12 divided by x - 8 എത്ര കിട്ടി? 12/x - 8 കിട്ടി. റെഡി? ശ്രദ്ധിക്കുക, m1 into m2 ചെയ്താൽ ആൻസർ എത്രയാ? -1. റെഡി? അപ്പൊ എങ്ങനെ ചെയ്യും? m1 1/3 into 12/x - 8 ചെയ്താൽ ആൻസർ എത്രയാണ്? -1 കേട്ടോ. എങ്ങനെ ചെയ്യും? 12 is equal to -3 into x - 8 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 12 is equal to -3x അല്ലേ? -3 into -8 എത്ര കിട്ടും? 24. ഓക്കെ, റെഡി? 3x is equal to 24 - 12. x എത്രയാ മക്കളെ? 12/3. x നമുക്ക് എത്ര കിട്ടി? 4 കേട്ടോ. സോൾവ് ചെയ്യണേ. യെസ്. ഇവിടെ നോക്കേണ്ട പോയിന്റ് എത്രയേ ഉള്ളൂ? m1 m2 രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രൊഡക്റ്റ് എത്രയാണ്? സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് -1. യെസ്. The base of an equilateral triangle with the side 2a lies along y-axis such that the midpoint of base is at the origin. Find the vertices of triangle. ശ്രദ്ധിക്കട്ടോ, നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും ഈക്വലാ. ഈച്ച് സൈഡ് എത്രയാ മക്കളെ? 2a. അപ്പൊ ബേസ് ഏത് ആക്സിസിന് അലോങ്ങാ? y ആക്സിസിന് അലോങ്ങാ കേട്ടോ. The midpoint of base is at origin, അതായത് midpoint of base ഒറിജിനിലാണ് അല്ലേ? എടാ മൊത്തം ലെങ്ത് 2a അല്ലേ? മിഡ് പോയിന്റ് ഒറിജിൻ ആണെങ്കിൽ മക്കളെ ഇങ്ങോട്ടേക്കും a ആയിരിക്കും, ഇങ്ങോട്ടേക്കും a ആയിരിക്കും അല്ലേ? നല്ല ടോട്ടൽ ലെങ്ത് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 2a കിട്ടുള്ളൂ. റെഡി? യെസ്. അപ്പോ ഈ പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് a ആണ്, ഈ പോയിന്റിലേക്ക് ഡിസ്റ്റൻസും a ആണ്. y ആക്സിസിലുള്ള പോയിന്റ് അല്ലേ? നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യാ? യെസ് 0, a. ഇതെന്ത് വരും? ഇത് 0, -a. റെഡി? യെസ്. ഇനി ശ്രദ്ധിക്കാം. ഫൈൻഡ് വെർട്ടിസസ് ഓഫ് ട്രയാങ്കിൾ. ശ്രദ്ധിക്കുക, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ. യെസ്. എങ്ങോട്ട് വരക്കണം? ദാ ഇവിടേക്ക് വരച്ചു. റെഡി? യെസ്. മക്കളെ ഈ സൈഡ് 2a അല്ലേ? ഇത് എത്ര വരും മക്കളെ? ഇതും 2a അല്ലേ? അപ്പോ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാലോ. റെഡി? നോക്കൂ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ദാ 2a² - a² ചെയ്താൽ നമുക്ക് ഈ സൈഡിന്റെ സ്ക്വയർ കിട്ടും അല്ലേ? 2a² - a² ചെയ്യുമ്പോൾ 4a² - a² എത്രയാ? 3a². സ്ക്വയർ റൂട്ട് എടുത്താൽ കിട്ടും. യെസ്. ഈ ഡിസ്റ്റൻസ് √3a. √3a, 0. റെഡി? ഇത് തിരിച്ചും വരാം കേട്ടോ, ഇങ്ങനെയും തിരിഞ്ഞിരിക്കാം കേട്ടോ. അപ്പൊ ആര് വരും?
ബാക്കിയൊക്കെ സെയിം. ഇയാൾ എന്തോരും -√3a,0 വരും. റെഡി? വെർട്ടീസസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. 0 - a 0a, ഇതെന്ത് വരാം +or -√3a,0 വരാം കേട്ടോ. ഇങ്ങോട്ട് വരാം അങ്ങോട്ടും വരാം. യെസ്. Find the point on x-axis which is equidistant from the points 7, 6 and 3, 4. x-axisലുള്ള ഒരു പോയിന്റ് ആണ് ആര്? x, 0. റെഡി? 7,6 നിന്നും ശ്രദ്ധിക്കുക 3,4 നിന്നും ഉള്ള ഡിസ്റ്റൻസ് രണ്ടും എന്താണ്? സെയിം ആണ്. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ പോരെ അല്ലേ? റൂട്ട് ഓഫ് അല്ലേ x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ത് കിട്ടും മക്കളെ? ദാ x - 7 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 6 ഹോൾ സ്ക്വയർ. റെഡി? എടാ സ്ക്വയർ റൂട്ട് ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ എടുക്കാം കേട്ടോ. x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 0 4 സ്ക്വയർ 16. ഇവിടെ എത്ര കിട്ടും? x - 7 ഹോൾ സ്ക്വയർ 6 സ്ക്വയർ എത്ര കിട്ടും? 36. റെഡി? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. x സ്ക്വയർ minus 2 × 3 × 6 -6x plus 9 plus 16 equal to x square minus 14x അല്ലേ? 49 plus 36. ഒരുപോലെയുള്ള ആളുകൾ എന്ത് ചെയ്യാം? കട്ട് ചെയ്തേ കേട്ടോ. x square കട്ട്. റെഡി? യെസ്. എക്സ് അല്ല കണ്ടുപിടിക്കണ്ടേ? -14x കിട്ടുന്ന കിട്ടും -6x plus 14x ഈക്വൽ ടു ഓൾറെഡി 49 ഉണ്ട്, 36 ഉണ്ട്, -16 ഇങ്ങോട്ട് വന്നു, -9 കിട്ടും. റെഡി? എത്രയാ -6x plus 14x? 8x. റെഡി? ഇവിടെ 49 - 9 ചെയ്യുമ്പോൾ 40, 36 - 16 ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? 20 അല്ലേ? റെഡി? യെസ്. അപ്പോ 40 + 20 എത്ര കിട്ടൂടാ? 60. x is equal to 60/8. അപ്പൊ കോർഡിനേറ്റ് x, 0 എന്നല്ലേ? ആൻസർ എന്ത് വരും? 60/8, 60/8, റെഡി? ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി ട്ടാ. Slope of a line is double of slope of another line. If tangent of angle between them is 1/3, find the slope of the lines. ഒരു ലൈനിന്റെ സ്ലോപ്പ് മറ്റേ ലൈനിന്റെ സ്ലോപ്പിന്റെ ഡബിൾ ആണ് അല്ലേ? m1 is equal to twice of m2. ആംഗിൾ ബിറ്റ്വീൻ ദം തന്നിട്ടുണ്ട് അല്ലേ? എന്താ ആംഗിളിന്റെ ഇക്വേഷൻ? tan theta is equal to yes m2 minus m1 divided by 1 plus m1 m2. ഓക്കെ? ആ ടാൻജന്റ് ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം tan theta ഓൾറെഡി ഗിവൺ ആണ് 1/3. ഇക്വേഷനിൽ കൊടുക്കുക m2 മൈനസ് m1 എത്രയാ? twice of m2 അല്ലേ? yes twice of m2 divided by 1 plus m1 again 2m2 into m2. ഓക്കെ? എന്ത് കിട്ടും മക്കളെ? 1/3 is equal to m2 minus 2m2 എത്രയാടാ? -m2 അല്ലേ? ഡിവൈഡഡ് ബൈ 1 plus 2m2 സ്ക്വയർ. റെഡി? യെസ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിരുന്നു. മോഡുലസ് ബ്രേക്ക് ചെയ്യണം അല്ലേ? ഇതിന്റെ മോഡുലസ് വാല്യൂ 1/3 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇത് 1/3 ആവാം, -1/3 ആവാം കേട്ടോ. കേസ് 1 ശ്രദ്ധിക്കുക. -m2/1 plus 2m2 സ്ക്വയറിന്റെ വാല്യൂ 1/3 വരുന്ന കേസ് ശ്രദ്ധിക്കുക. റെഡി? ശ്രദ്ധിക്കുക. 3 × -3m2 is equal to 1 × 2m2 സ്ക്വയർ. ഓക്കെ? യെസ്. ശ്രദ്ധിക്കുക. ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുന്നുണ്ടോ? 2m2 സ്ക്വയർ റെഡി പ്ലസ് 1 -3m2 കൊണ്ടുവന്നത് വരും +3m2 റെഡി? 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0. റെഡി? സോൾവ് ചെയ്യാറിയാലോ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. റെഡി? യെസ്. കേസ് 2 എങ്ങനെ കേസ് 2 ചെയ്യണ്ടേ? -m2 ഡിവൈഡഡ് ബൈ 1 plus 2m2 സ്ക്വയറിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആവാം? -1/3 ഈക്വൽ ആവാം അല്ലേ? അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മക്കളെ? 3 ഇൻറ്റു ചെയ്തേ -3m2 ഓക്കെ? -1 ഇൻറ്റു ചെയ്തേ എന്ത് കിട്ടും? -1 minus 2m2 സ്ക്വയർ. റെഡി? യെസ്. എങ്ങനെയാടാ? 2m2 സ്ക്വയർ -3m2 -1 കൂടി ഇങ്ങോട്ട് വന്നാൽ +1 ഈക്വൽ ടു 0. അഗെയിൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക, m2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. രണ്ട് കേസിൽ m2 കിട്ടും. ആ രണ്ട് കേസിൽ എന്ത് കണ്ടുപിടിക്കണം? m1 കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാം. റെഡി? Slope of a line which passes through origin and the midpoint of line segment joining the points P and B. നമുക്ക് ഒരു ലൈനിന്റെ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. ആ ലൈൻ കടന്നു പോകുന്ന ഇതിലൂടെയാ? ഒന്ന് ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. പിന്നെയോ
എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് അവിടെ അല്ലെ, പി ബി എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. ഏതാ ലൈന്? പി 0,-4 ആണ്, ബി 8,0 ആണ്. അതിന്റെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കില്ല കേട്ടോ. ഇതാ പി ഞാൻ ബി വരച്ചു. റെഡി? ഇതിന്റെ മിഡ് പോയിന്റിലൂടെയാണ് എന്റെ ലൈൻ കടന്നു പോകുന്നത്. എടാ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ രണ്ട് മെത്തഡാ. ഒന്നുകിൽ നമുക്ക് ലൈൻ കടന്നു പോകുന്ന 2 പോയിന്റ് കിട്ടണം, അല്ലെങ്കിൽ അതിന്റെ ഇൻക്ലിനേഷൻ കിട്ടണം. ഇവിടെ ഇൻക്ലിനേഷനെ പറ്റി ഒരു ധാരണയില്ല കേട്ടോ. അപ്പോ പോയിന്റ്സിലേക്ക് പോകാലോ. ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് നിങ്ങൾക്കറിയാം 0,0. ഒരു പോയിന്റ് കൂടി കിട്ടുകയാണെങ്കിൽ പരിപാടി കഴിഞ്ഞു. മക്കളെ ലൈൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് അല്ലേ? ആ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാലോ. എങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം? യെസ്, മിഡ് പോയിന്റിന്റെ ഫോർമുല എന്താ? x1 + x2/2, y1 + y2/2. റെഡി? അപ്പോ പി ബി എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ശ്രദ്ധിക്കുക. 0 + 8/2, -4 + 0/2. 0 + 8 8/2 എത്രയാ? 4. -4 + 0 -4/2 -2. അപ്പൊ മിഡ് പോയിന്റ് കിട്ടി. എത്ര? -4,2. റെഡി? മിഡ് പോയിന്റ് കിട്ടിയാൽ മക്കളെ ലൈൻ കടന്നു പോകുന്ന 2 പോയിന്റ് ആയില്ലേ? ലൈൻ കടന്നു പോകുന്ന 2 പോയിന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. എന്താ സ്ലോപ്പ്? സ്ലോപ്പ് m is equal to yes y2 - y1, 2 - 0 divided by -4 - 0, 2/-4, answer -1/2. Ready? Yes. Find the equation of lines parallel to the axis. ഏത് ആക്സിസ് ആണെന്നില്ല കേട്ടോ, നമുക്ക് ക്വസ്റ്റ്യൻ വരച്ച് ചെയ്യാം. Find the equation of line through the point -2, 3 and slope -1. മക്കളെ ലൈൻ കടന്നു പോകുന്ന പോയിന്റ് അറിയാം, ലൈനിന്റെ സ്ലോപ്പ് അറിയാം. എങ്ങനെയാണ് ലൈനിന്റെ ഇക്വേഷൻ എഴുതണ്ടേ? y - y0 = m × x - x0 അല്ലെ? ലൈൻ കടന്നു പോകുന്ന പോയിന്റ് ആണ് ആര്? x0 y0. ലൈനിന്റെ സ്ലോപ്പ് ആണ് ആര്? m. ലൈൻ കടന്നു പോകുന്ന ജനറൽ പോയിന്റ് ആണ് ആര്? x, y. കൊടുക്കാലോ. y - y0 എത്രയാ? 3 = m - 4 × x - -2. റെഡി? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാ. y - 3, yes, y - 3 is equal to -4x. Minus of minus +2 അല്ലേ? -4 × 2 എത്ര കിട്ടും? -8 കേട്ടോ. ഓക്കെ, ആൻസർ കിട്ടി. -4 കൊണ്ട് വന്നാൽ 4x + y, -3 -8 കൊണ്ട് വന്നാൽ +8 കിട്ടാൽ +5 = 0. ഓക്കെ, ദിസ് ഈസ് ദി ജനറൽ ഇക്വേഷൻ ഓഫ് ലൈൻ. ഈ ഇക്വേഷൻ വിളിക്കുന്ന പേരെന്താ? പോയിന്റ് സ്ലോപ്പ് ഫോം കേട്ടോ. Find the equation of the line passing through 1, -1 and 3, 5. പറഞ്ഞു, ലൈൻ കടന്നു പോകുന്ന പോയിന്റും ലൈനിന്റെ സ്ലോപ്പും അറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. എടാ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം? 2 പോയിന്റ് തന്നിട്ടില്ലേ? 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ y2 - y1/x2 - x1. 5 - -1, 5 - -1 divided by 3 - 1 ചെയ്താൽ സ്ലോപ്പ് ആയി. 5 - -1 6/2 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടി? സ്ലോപ്പ് 3 കിട്ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. 1 - 1 അല്ലെങ്കിൽ 3,5 എടുക്കാം. അപ്പൊ 1 - 1 എടുക്കുന്നെങ്കിൽ y - y0 = m × x - x0 അല്ലെ? y - y0 ആരാ? -1 equal to m ആരാ മക്കളെ? സ്ലോപ്പ് 3 × x - x0 ആരാ? 1. അപ്പൊ y + 1 = 3x - 3. ഇക്വേഷൻ 3x + y കൊണ്ട് വന്നാൽ -y. ഓൾറെഡി -3 ഉണ്ട്. ആ +1 കൂടി കൊണ്ട് വന്നത് വരും മക്കളെ? -1 -4 = 0. എപ്പോഴും എക്സിനെ പോസിറ്റീവ് ആക്കി നിർത്താൻ നോക്കാം. അതിനനുസരിച്ച് എന്ത് ചെയ്യാം? നിങ്ങൾ ടേംസിനെ ഷഫിൾ ചെയ്യാം കേട്ടോ. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻസ് ഫോർ വിച്ച് tan θ is 1/2 where θ is the inclination of the line. എടാ θ inclination of line ആണെങ്കിലേ എന്തായി tan θ? സ്ലോപ്പ് ആണ് 1/2 കേട്ടോ. θ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണെങ്കിൽ tan θ എന്ന് പറഞ്ഞാൽ എന്തെന്നാ? സ്ലോപ്പ് 1/2 കേട്ടോ. യെസ്, y ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്, x ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. 2 ടൈപ്പിലും ഇക്വേഷൻ എഴുതണം. എടാ y ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്, എന്താ ഇക്വേഷൻ? y = mx + c അല്ലേ? അപ്പൊ y = സ്ലോപ്പ് എത്രയാ? 1/2x. c എത്രയാണ് മക്കളെ? -3/2. റെഡി? ഇനി x ഇന്റർസെപ്റ്റ് ആണെങ്കിൽ എന്താ ഇക്വേഷൻ? y = m × x - d അല്ലേ? y = m × x - d. y = m എത്രയാണ്? അഗൈൻ 1/2 x - 4. റെഡി? എളുപ്പം. Solved example ato question. Yes, find the equation of line which makes intercepts -3 and 2 on x and y axis respectively. Eda intercept form alle x/a plus y/b = 1. Ready? x/a എന്ന് പറഞ്ഞാൽ x in intercept എവിടെ? intercept -3. y in intercept ആണ് b എത്രയാ? 2 = 1. നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ മാറ്റണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ കേട്ടോ.
2x മൈനസ് 3y ബൈ മൈനസ് 6 വരും, മൈനസ് 6 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 2x മൈനസ് 3y പ്ലസ് 6 ഈക്വൽ ടു 0. ഓക്കെ, തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. ജനറൽ ഇക്വേഷൻ തന്ന് യെസ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പറയും, ഇന്റർസെപ്റ്റിനെ ജനറലിലേക്ക് മാറ്റാനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. വെർട്ടീസസ് ഓഫ് ട്രയാങ്കിൾ PQR are P. P തന്നിട്ടുണ്ട്, Q തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. ഇത് P, ഇത് Q, ഇത് R. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് മീഡിയൻ ത്രൂ ദി വെർട്ടെക്സ് R. R എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന മീഡിയന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്നാ മീഡിയന്റെ പ്രത്യേകത? യെസ്, ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പാസ് ചെയ്യുന്ന ലൈൻ മീഡിയൻ ആവുള്ള കണ്ടീഷൻ എന്താ മക്കളെ? ഇതിന്റെ മിഡ് പോയിന്റിലേക്കായിരിക്കും ഈ ലൈൻ വരിക അല്ലേ? എടാ ആറിന്റെ പോയിന്റ് ഓൾറെഡി ഗിവണ എത്രയാ? 4,5. PQ എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് അല്ലേ ഈ പോയിന്റ്? അതിനെ എസ് എന്ന് വിളിച്ചു കേട്ടോ. എങ്ങനെ നിങ്ങൾ എസ് കണ്ടുപിടിക്കുക? യെസ്, പിയും ക്യൂവും നിങ്ങൾക്കറിയാലോ. x1 plus x2 by 2 x കോർഡിനേറ്റ് ആയി, y1 plus y2 by 2 y കോർഡിനേറ്റ് ആയി അല്ലേ? അപ്പൊ 2 plus minus 2 by 2 ചെയ്താൽ x കോർഡിനേറ്റ്. യെസ്, 1 plus 3 by 2 ചെയ്താൽ y കോർഡിനേറ്റ് കേട്ടോ. 2 plus minus 2 0 by 2 0, 1 plus 3 4 by 2 ചെയ്താൽ 2 കേട്ടോ. എസ് എത്ര കിട്ടി? 0,2. റെഡി? അപ്പോ ശ്രദ്ധിക്കുക, നമുക്ക് അവിടെ മീഡിയൻ കടന്നു പോകുന്ന 2 പോയിന്റ് അറിയാം. ഒന്ന് 4,5 R, പിന്നെ അപ്പുറത്തെ സൈഡിന്റെ മിഡ് പോയിന്റ് എസ് അല്ലെ? അപ്പോ സ്ലോപ്പ് ഓഫ് മീഡിയൻ കണ്ടുപിടിക്കാമല്ലോ. സ്ലോപ്പ് ഓഫ് മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാം? y2 minus y1 x2 minus x1 ട്ടോ. ഇതിനെ ഞാൻ 1 നിർത്തും, ഇതിനെ 2 നിർത്തും. എങ്ങനെ ചെയ്യാം? 5 minus 2 divided by 4 minus 0 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടി? 3/4. എങ്ങനെ നമ്മൾ ഇക്വേഷൻ എഴുതണം? ലൈനിന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ ശ്രദ്ധിക്കുക, ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് എടുക്കുക, ലൈനിന്റെ സ്റ്റോപ്പ് കേട്ടോ. അപ്പോ ഇക്വേഷൻ ഓഫ് മീഡിയൻ ചെയ്യാൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയാം. y minus y0 equal to m into x minus x0. ഞാൻ എടുക്കുന്ന പോയിന്റ് 0 2 ആണ്, കാരണം 0 എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിയുമല്ലോ. യെസ്, y minus y0 എത്രയാ? 2 is equal to m 3/4 x minus 0 x കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 into y minus 2 is equal to ഇവിടെ നമുക്ക് 3x കിട്ടും. യെസ്, 4y minus 8 നമുക്ക് കിട്ടും 3x കേട്ടോ. ഒറ്റ സൈഡിലേക്ക് മാറ്റ്, എക്സ് അവിടെ പോസിറ്റീവ് അല്ലേ, ബാക്കി എല്ലാവരും കണ്ടെടുക്കുക. 3x minus 4y plus 8 equal to 0. Ready? Yes. Find equation of a line that cuts off equal intercepts on the coordinate axis, passes through the point 2,3. അല്ലേ? Find equation of a line that cuts off equal intercept. ഇന്റർസെപ്റ്റുകൾ കട്ട് ചെയ്യുന്നത് ഈക്വൽ ആണ്. ഇതല്ലേ ഇന്റർസെപ്റ്റ്? റെഡി? എക്സ് ആക്സിസ് എവിടെ കട്ട് ചെയ്യുന്നോ ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ്, y ആക്സിസിൽ എവിടെ കട്ട് ചെയ്യുന്നോ ഇതാണ് y ഇന്റർസെപ്റ്റ്. റെഡി? യെസ്. പോയിന്റ് ആണെങ്കിൽ a,0 വരും, ഇതേതാ പോയിന്റ്? 0,b. ഈ 2 ഇന്റർസെപ്റ്റും ഈക്വലാ, എയും ബിയും ഈക്വലാ. റെഡി? എങ്ങനെ നമ്മൾ ഇക്വേഷൻ എഴുതണ്ടേ? x/a plus y/b equal to 1 ആണല്ലോ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. എടാ എയും ബിയും ഈക്വൽ ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? x/a plus y/a equal to 1 എഴുതാം. എക്സും വൈ എന്താ മക്കളെ? ലൈൻ കടന്നു പോകുന്ന പോയിന്റ് അല്ലേ? അത്തരത്തിലൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ആരാ? 2,3. 2 and 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ എന്ത് കിട്ടും? 2/a plus 3/a equal to 1. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? 2 plus 3/a equal to 1. 5 is equal to a. a കിട്ടിയോ? 5. a 5 ആണെങ്കിൽ മക്കളെ ബി എത്രയാണ്? ബിയും 5. കാരണം എന്താ? ഇന്റർസെപ്റ്റുകൾ ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇക്വേഷൻ എന്ത് വരും? x/5 plus y/5 equal to 1. എന്ത് എഴുതാം? x plus y/5 equal to 1. x plus y equal to 5 വരും. ഇങ്ങോട്ട് വന്നാൽ -5 equal to 0. റെഡി? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ. യെസ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2,2, കട്ടിംഗ് ഓഫ് ഇന്റർസെപ്റ്റ് ഹൂസ് സം ഈസ് 9. എടാ ഇന്റർസെപ്റ്റുകൾ ശ്രദ്ധിക്കുക, ഇന്റർസെപ്റ്റുകളുടെ സം എത്രയാണ്? 9. എയും ബിയും കൂട്ടിയ എത്രയാണ്? 9. എയും ബിയും കൂട്ടിയ 9 ആണെങ്കിൽ മക്കളെ ബി എത്ര വരടാ? 9 minus a അല്ലേ? അപ്പൊ എങ്ങനെ ഇക്വേഷൻ എഴുതാം? x/a plus y/b equal to 1. റെഡി? എക്സും വൈയും ലൈൻ കടന്നു പോകുന്ന പോയിന്റ് അല്ലേ? അത്തരത്തിലുള്ള പോയിന്റ് തന്നിട്ടുണ്ടല്ലോ 2,2. എക്സിന് പകരം 2 കൊടുക്കാം, വൈക്ക് പകരം 2 കൊടുക്കാം. കൊടുത്തേ 2/a plus 2/b equal to 1. കഴിഞ്ഞിട്ടില്ല? ഒറ്റ ഇക്വേഷൻ ആണ്, പക്ഷേ എത്ര അൺനോൺസ് വന്നു? 2 അൺനോൺസ്, എയും ബിയും കണ്ടുപിടിക്കാം. റെഡി? അപ്പൊ എല്ലാത്തിനെയും ഒറ്റ വേരിയബിളിലേക്ക് മാറ്റാം കേട്ടാ. അപ്പൊ എങ്ങനെ മാറ്റും? 2/a plus 2/b ആരാ? 9 minus a equal to 1 കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 9 minus a plus 2 into a divided by a into 9 minus a equal to 1. റെഡി? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടും
2 into 9 18 minus 2a plus 2a equal to a into 9 minus a നമുക്ക് RHS ലേക്ക് എടുക്കാലോ. എത്ര കിട്ടും മക്കളെ? a into 9 minus a into 1 ചെയ്യുമ്പോൾ അയാളെ തന്നെ കിട്ടും കേട്ടോ. യെസ്, ശ്രദ്ധിക്കുക. എത്ര കിട്ടിയടാ? minus 2a plus 2a കട്ട് 18 is equal to yes 9a minus a square എന്ന് കിട്ടും. റെഡി? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടില്ലേ? a square minus 9a plus 18 equal to 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. a ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. a വാല്യൂ കണ്ടുപിടിച്ചാൽ എങ്ങനെ b കണ്ടുപിടിക്കണ്ടേ? b is equal to 9 ൽ നിന്ന് a കുറയ്ക്കുക. റെഡി? ഫാക്ടറൈസ് ചെയ്താൽ മതി കേട്ടോ. 18 കിട്ടണമെങ്കിൽ 6 3 അല്ലേ? -6 -3 കേട്ടോ. -6 -3 ഇൻറ്റു ചെയ്താൽ 18 കൂട്ടിയാൽ -9 കേട്ടോ. a equal to 6 a equal to 3 കിട്ടും. രണ്ട് സമയത്ത് എന്ത് കണ്ടുപിടിക്കാം? b വാല്യൂ കണ്ടുപിടിക്കാം. Find the distance of the point 3 minus 5 from the line 3x minus 4y minus 26 equal to 0. ഒരു പോയിന്റ് തന്നു x1 y1. ഇവിടെ ഒരു ലൈൻ ഉണ്ട് അല്ലേ? ഏതാ ലൈൻ? ax plus by plus c equal to 0. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓർമ്മയുണ്ടോ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ? a ഇൻറ്റു ആ പോയിന്റ് ആ ലൈനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ax1 by1 plus c divided by root of a square plus b square. എങ്ങനെ കണ്ടുപിടിക്കും? a ഇൻറ്റു a ആരവിടെ? 3 ഇൻറ്റു x ഏതാ പോയിന്റ് മക്കളെ? 3 ഇൻറ്റു 3 മൈനസ് 4 ഇൻറ്റു y ഏതാ പോയിന്റ് മക്കളെ? അവിടെ -5 മൈനസ് 26 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. എത്രയാ? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. എങ്ങനെ ചെയ്യും? യെസ്, മോഡുലസ് ഓഫ് 3 ഇൻറ്റു 3 9 മൈനസ് 4 ഇൻറ്റു -5 ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? +20 അല്ലേ? -26 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 9 + 16 ചെയ്താൽ 25. എത്ര കിട്ടി? 29 - 26 3/5 എന്ന് ആൻസർ കിട്ടും. മോഡുലസ് വാല്യൂ 3/5. റെഡി? അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കണം. യെസ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്. രണ്ട് ലൈൻസ് പാരലൽ. എന്താ പാരലലിന്റെ കണ്ടീഷൻ? രണ്ട് ലൈൻസിന് സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. നോക്കടാ, എക്സിന്റെ കോഎഫിഷ്യന്റ് 3, ഇവിടെയും 3. വൈന്റെ കോഎഫിഷ്യന്റ് -4, ഇവിടെയും -4. കണ്ടോ? പാരലൽ ലൈൻസ് ആണ്. കോഎഫിഷ്യന്റ് ഒക്കെ എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. അതായത് സ്ലോപ്പ് സെയിം ആയിരിക്കും. അപ്പൊ രണ്ട് പാരലൈൻസ് എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് c1 - c2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. റെഡി? യെസ്, d ഈസ് ഈക്വൽ ടു c1 ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാ? 7 മൈനസ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാ? 5 ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. a സ്ക്വയർ 3 സ്ക്വയർ b സ്ക്വയർ 4 സ്ക്വയർ. എത്ര കിട്ടി? 2 ബൈ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 16 3 സ്ക്വയർ പ്ലസ് 4 9 പ്ലസ് 16 25 റൂട്ട് 3 5 2 ബൈ. റെഡി? യെസ്. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് √3x + y equal to 1 x plus √3y equal to 1. എടാ, ഇത് രണ്ടും ജനറൽ ഫോം അല്ലേ? ജനറൽ ഫോമിലുള്ള ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -a/b. ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ത് വരും? ശ്രദ്ധിക്കുക, -a. a എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? √3. b എന്ന് പറഞ്ഞാൽ വൈന്റെ കോഎഫിഷ്യന്റ്. എടാ, വൈന്റെ കോഎഫിഷ്യന്റ് 1 തന്നെയല്ലേ? സോ m1 നമുക്ക് കിട്ടിയ എത്ര? -√3. റെഡി? m2 എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? സെയിം ഇക്വേഷൻ -a/b അല്ലേ? a എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് അവിടെ എത്രയാ? 1 ഡിവൈഡഡ് ബൈ ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് എത്രയാ? വൈന്റെ കൂടെ നിൽക്കുന്ന ആളാരാ? √3. ഓക്കെ, യെസ്. അപ്പോ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാലോ? എത്രയാ ഇക്വേഷൻ? tan theta is equal to m2 minus m1 divided by 1 plus m1 m2. കേട്ടോ, നമ്മൾ 2 പ്രാവശ്യം എഴുതിയതാണ്, അതുകൊണ്ട് ഡയറക്റ്റ് ആൻസർ ഇതാണ്. tan theta is equal to m2 ആരാ? -1/√3. ഓക്കെ, മൈനസ് m1 ആരാ മക്കളെ? -√3 അല്ലേ? ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. m1 ആരാ മക്കളെ? -√3 ഇൻറ്റു m2 ആരാ? -1/√3. പ്ലസ് മൈനസ് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഓക്കെ, m2 മൈനസ് m1 മൈനസ് കഴിഞ്ഞിട്ട് m1 ആരാ? -√3. രണ്ട് മൈനസ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, -1/√3 ഇവിടെ +√3 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് കിട്ടും? 1 പ്ലസ് മൈനസും ഇൻറ്റു ചെയ്താൽ നമുക്ക് അവിടെ ആൻസർ എത്ര കിട്ടും? യെസ്, പ്ലസ് അല്ലേ? √3 കട്ട് ചെയ്യാലോ, 1 എന്ന് കിട്ടും. യെസ്, എങ്ങനെ ചെയ്യണ്ടേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. യെസ്, -1 പ്ലസ് √3 3 ഡിവൈഡഡ് ബൈ √3. ഓക്കെ, ഇവിടെ താഴെ നമുക്ക് എന്ത് കിട്ടും മക്കളെ? യെസ്, 1 + 1 ചെയ്താൽ അവിടെ 2 ആണ് കേട്ടോ. എത്ര കിട്ടിയടാ?
tan theta is equal to 3 minus 1 എത്രയാ മക്കളെ 2/√3 whole by 2. ഈ 2 കട്ട് ചെയ്യാലോ. tan theta നമുക്ക് എത്ര കിട്ടി 1/√3 എന്ന് കിട്ടി. എടാ tan ഓഫ് ഏത് ആംഗിൾ ചെയ്താലാ 1/√3 കിട്ടുക 30 അല്ലേ. സോ ആംഗിൾ 30 ഡിഗ്രി ദാറ്റ് ഈസ് 5/6. റെഡി സിമ്പിൾ ആയിട്ട് ചെയ്യാം. Find equation of line perpendicular to the line x minus 7y plus 5 equal to 0 having x intercept 3. നമുക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് ആ ലൈൻ ആർക്ക് പെർപെൻഡിക്കുലർ ആ x minus 7y plus 5 equal to 0 പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോ ആ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? സ്ലോപ്പ് ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ. സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ എങ്ങനെ കണ്ടുപിടിക്കും? സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ യെസ് മൈനസ് ഓഫ് a by b അല്ലേ. യെസ് ശ്രദ്ധിക്കുക മൈനസ് ഓഫ് a ആരാ മക്കളെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ഡിവൈഡഡ് ബൈ b ആരാ y-ന്റെ കോഎഫിഷ്യന്റ് -7 എത്ര കിട്ടും 1/7 കിട്ടും. പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക? യെസ് നമുക്കറിയാം പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ സ്ലോപ്പുകൾ ഇൻഡു ചെയ്താൽ -1 അല്ലേ. അപ്പോ ഒരു ലൈനിന്റെ സ്ലോപ്പ് കിട്ടുകയാണെങ്കിൽ മറ്റേ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്താൽ മതി. റെസിപ്രോക്കൽ എടുക്കുക ചിഹ്നം മാറ്റുക. 1/7 ആണെങ്കിൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വരും 7/1 7 നെഗറ്റീവ് എടുക്കണം -7. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ സ്ലോപ്പ്. ഇനി ശ്രദ്ധിക്കുക എക്സ് ഇന്റർസെപ്റ്റ് 3 എന്ന് പറഞ്ഞാലേ ശ്രദ്ധിക്കുക എന്താ എക്സ് ഇന്റർസെപ്റ്റ്? എക്സ് ആക്സിസിൽ എവിടെയാണോ കട്ട് ചെയ്യുന്നത് ആ പോയിന്റ് ആണ് എക്സ് ഇന്റർസെപ്റ്റ് അല്ലേ മക്കൾ. അത് 3 എന്ന് പറയാൻ വെച്ചിട്ട് ഏതാണ് പോയിന്റ് 3,0 അല്ലേ. എക്സ് ഇന്റർസെപ്റ്റ് 3 ആണെന്ന് പറഞ്ഞാൽ അവിടുത്തെ പോയിന്റ് ഏതാ 3,0. പോയിന്റ് അറിയാം സ്ലോപ്പ് അറിയാം. എങ്ങനെ ഇക്വേഷൻ ഏതാ y minus y0 equal to m into x minus x0. y minus y0 is equal to m എത്രയാ -7 into x minus 0. റെഡി x minus 3. യെസ് അങ്ങനെ കിട്ടും y minus 0 y is equal to -7x -7 into -3 എത്ര കിട്ടും 21. ആൻസർ 7x plus y minus 21 equal to 0. Find the coordinates of foot of the perpendicular from the point -1,3 to the line 3x minus 4y minus 16 equal to 0. ശ്രദ്ധിക്കുക ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് -1,3. ഇവിടെ ഒരു ലൈൻ ഉണ്ട് 3x minus 4y minus 16 equal to 0. ഓക്കെ അപ്പോ ഈ പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നു. എന്ത് കണ്ടുപിടിക്കണം? എനിക്ക് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. റെഡി അപ്പൊ ഞാൻ ഈ ലൈനിനെ L1 എന്ന് വിളിച്ചു നമ്മുടെ ലൈനിനെ L2 എന്ന് വിളിച്ചു കേട്ടോ. ഓക്കെ സിൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ മക്കളെ രണ്ട് ലൈനിന്റെ സ്ലോപ്പ് ഇൻഡു ചെയ്താൽ -1 ആണല്ലോ. എന്താണ് ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് വരാ m1 -a/b ചെയ്തേ -a/b യെസ് മൈനസ് ഓഫ് a എത്രയാ 3 ഡിവൈഡഡ് ബൈ b എത്രയാ മക്കളെ -4 ചെയ്താൽ ആൻസർ എത്ര കിട്ടി 3/4. അപ്പൊ സ്ലോപ്പ് ഓഫ് ലൈൻ 1 3/4 ആണെങ്കിൽ മക്കളെ സ്ലോപ്പ് ഓഫ് ലൈൻ 2 എത്രയാ -4/3 അല്ലേ. റെസിപ്രോക്കൽ എടുക്കുക ചിഹ്നം മാറ്റാം. റെഡി അപ്പോ രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി. രണ്ടാമത്തെ ലൈനിന്റെ പോയിന്റ് നമുക്കറിയാലോ 1,3. രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? y minus y0 equal to m into x minus x0. y minus y0 ഏതാ പോയിന്റ് 3 equal to -4/3 into x minus x0 എത്രയാ മക്കളെ -1 ട്ടാ. യെസ് അപ്പൊ y minus 3 is equal to ശ്രദ്ധിക്കുക ഈ 3 നോട്ട് എടുക്കാലോ 3 റെഡി -4 into x plus 1. ഓക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ 3y minus 9 minus 4x minus 4. ഓക്കെ എടാ ജനറൽ ഇക്വേഷനിലേക്ക് വാ. -4x കിട്ടുന്നാൽ +4x plus 3y ഓൾറെഡി -9 അവിടെ -4 കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. -4 കൊണ്ടുവന്നാൽ +4 -9 + 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കൾ അവിടെ -5 = 0. ഓക്കെ അപ്പൊ രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ ആദ്യത്തെ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി കിട്ടി. എത്രയാ 3x ഞാൻ അവിടെ എഴുതണ്ടേ 3x - 4y = 16. റെഡി -16 കണ്ടെടുത്തു. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ യെസ് 4x plus 3y equal to 5. റെഡി ഈ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് ലൈനിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അല്ലേ. രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ. ആ പോയിന്റ് L1 കൊടുത്താലും ആൻസർ എന്ത് കിട്ടണം 0 കിട്ടണം. L2 കൊടുത്താലും ആൻസർ എന്ത് കിട്ടണം 0 കിട്ടണം.
അപ്പോൾ എക്സും വൈ എന്തായിരിക്കണം മക്കളെ? രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്ത് ചെയ്യണം നിങ്ങൾ? ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. എങ്ങനെ ചെയ്യുക? കോഎഫിഷ്യന്റ് സെയിം ആക്കുക, കൂട്ടിക്കഴിഞ്ഞാൽ ഒരാൾ പോകും അല്ലെ? കൂട്ടിയാൽ കുറച്ചാൽ ഒരാൾ പോകും. ഇവിടെ 3 ഇവിടെ 4 അല്ലേ? ഇപ്പൊ എന്ത് ചെയ്തു? ഞാൻ ഈ ഇക്വേഷൻ എന്ത് ചെയ്തു മക്കളെ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഇക്വേഷനെയോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും 3 into x 3x into 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? യെസ് 3x into 4 ചെയ്യുമ്പോൾ 12x. യെസ് 4 കൊണ്ട് ചെയ്യുമ്പോൾ 16y. 16 into 4 ചെയ്യുമ്പോൾ എത്ര വരും? 16 into 4 ചെയ്യുമ്പോൾ 4 2 64. റെഡി? യെസ്. രണ്ടാമത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ 12x plus 9y equal to 15. കുറച്ചാൽ പോരെ? രണ്ട് ഇക്വേഷൻ കുറച്ചാൽ എക്സിന്റെ കമ്പോണന്റ് പോയി, ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? y. -16y minus 9y എത്രയാ? -25y അല്ലെ? 64 - 15, 64 10 പോയാൽ 54, പിന്നെയും 5 പോയാൽ എത്ര കിട്ടും നമുക്ക്? യെസ് 49. റെഡി? യെസ്. അപ്പൊ y എത്ര കിട്ടും മക്കളെ? y എത്ര കിട്ടൂടാ? റെഡി എന്നല്ലേ? 50. റെഡി? യെസ് യെസ്. y is equal to -49/25. റെഡി? -49/25. എടാ y കിട്ടിയാൽ എങ്ങനെ x കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, ഏത് ഇക്വേഷൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഏതാ 3x - 4y = 16 കൊടുക്കാം, അതല്ല എങ്കിൽ 4x + 3y = 5 കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആണ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക ഞാൻ അവിടെ ചെയ്യാം. യെസ് ശ്രദ്ധിച്ചേ, 3x - 4y = 16. റെഡി? അപ്പോ 3x - 4 into y എത്രയാ? -49/25 = 16. റെഡി? എത്ര കിട്ടും? 3x 4 into 49 എത്ര കിട്ടും മക്കളെ? 49 into 4 ചെയ്തോ? യെസ് 6 3 16 196 അല്ലേ? 196/25 = 16. അപ്പൊ 3x കിട്ടും 16 - 196/25 ചെയ്യണം. യെസ്, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. റെഡി? യെസ്. അപ്പോ എക്സ് നമുക്ക് ഇവിടെ കിട്ടും. ഓൾറെഡി y കിട്ടിയിട്ടുണ്ട് -49/25. ഓക്കെ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇമേജ് ഓഫ് ദ പോയിന്റ് 3,8 വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ x + 3y = 7 അസ്യൂമിങ് ദ ലൈൻ ടു ബി എ പ്ലെയിൻ മിറർ. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ അതേ പാറ്റേൺ ആണ് കേട്ടോ. ഈ ലൈനിന്റെ മിറർ ഈ പോയിന്റ് ഞാൻ പോയിന്റ് ആക്കി എടുത്തു. ഇതെന്റെ മിറർ ആണെങ്കിൽ മക്കളെ ഇത് എത്രയാണ് ഡിസ്റ്റൻസ്, അത്രയും തന്നെ ഡിസ്റ്റൻസിൽ ഇവിടെ ആയിരിക്കും എന്ത് വരിക? ഇമേജ് വരിക. റെഡി? അപ്പൊ ചെയ്യാം. ഇവിടെ നോക്കിക്കോ, 3,8 ഇത് 3,8. ഏതെന്റെ ലൈൻ? യെസ് x + 3y = 7. ഓക്കെ? L1 എടുത്തു, L2 എടുത്തു. എന്താ സ്ലോപ്പ് ഓഫ് L1? യെസ് -a/b അല്ലേ? എങ്ങനെ കിട്ടൂടാ? -1/b. b ആരാ മക്കളെ? 3. അപ്പൊ സ്ലോപ്പ് ഓഫ് ലൈൻ 2 എങ്ങനെ കിട്ടും മക്കളെ? നെഗറ്റീവ് റെസിപ്രോക്കൽ അല്ലേ? -1/3 പോസിറ്റീവായി 1/3 തിരിച്ചിട്ടാ 3 കിട്ടി. റെഡി? അപ്പോ രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കട്ടോ. എങ്ങനെ കണ്ടുപിടിക്കുക? y മൈനസ് ഏതാ പോയിന്റ് 8 is equal to 3 into x minus 3. എത്ര കിട്ടി? y minus 8 equal to 3x minus 9. ആൻസർ 3x minus y -9 ഓൾറെഡി അവിടെ ഉണ്ട്. -8 ഇങ്ങോട്ട് വന്നാൽ +8 ആവും. എത്ര കിട്ടും നമുക്ക്? -1 = 0. റെഡി? അപ്പോ രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. എത്ര? 3x minus y minus 1 = 0. റെഡി? അപ്പൊ രണ്ട് ലൈൻസ് ഉണ്ട്, L1 L2 ഉണ്ട്. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഈ പോയിന്റ് കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കും? തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, രണ്ട് ലൈൻസും ഇക്വേറ്റ് ചെയ്തില്ലേ? അതുപോലെ ഇക്വേറ്റ് ചെയ്തേ. x + 3y = 7 ഒരു ലൈൻ. അടുത്ത ലൈൻ എന്താ? 3x minus y = 1. 3x minus y = 1. രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ശ്രദ്ധിച്ചേ മക്കളെ, ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന്റെ കോഷ്യന്റ് 1 അല്ലേ? അതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ? 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ വരടാ, ഇവിടെ 3x വരും, ഇവിടെ എന്ത് വരും? 9 വരും, ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് വരും 21 വരും. റെഡി? അപ്പോ കുറച്ച് 3x - 3x 0. 9y -5 ചെയ്യുമ്പോൾ 10y. 21 - 1 ചെയ്യുമ്പോൾ 20. ഇവിടെ കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. 20/10 ചെയ്യുമ്പോൾ ആൻസർ 30. y = 2. റെഡി? y is equal to 2. y2 കിട്ടിയാൽ മക്കളെ x എങ്ങനെ കണ്ടുപിടിക്കും? ഇഷ്ടമുള്ള ഇക്വേഷൻ കൊടുക്കാം കേട്ടോ. ഞാൻ എന്താ x + 3y = 7 കൊടുക്കാണ്. x + 3 into y. y2 അല്ലേ? 3 into 2 ചെയ്യുമ്പോൾ 6 is equal to 7.
അപ്പൊ എക്സ് നമുക്ക് എത്ര കിട്ടി? 7 - 6 1 എന്ന് കിട്ടി. അപ്പോ എക്സും വൈയും കിട്ടി. എത്ര ഈ പോയിന്റ്? ഈ പോയിന്റ് എത്രയാ? ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ 1,2. അപ്പൊ 1,2 എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. അത് L1 കൊടുത്താലും ആൻസർ സെയിം ആയിരിക്കണം, L2 കൊടുത്താലും ആൻസർ സെയിം ആയിരിക്കണം. റെഡി? ഇത്രയുമായിരുന്നു നമ്മളെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ. ആ പോയിന്റ് കണ്ടുപിടിക്കലായിരുന്നു ക്വസ്റ്റ്യൻ. റെഡി? യെസ്. ശ്രദ്ധിക്കുക, ഇവിടെ ക്വസ്റ്റ്യൻ അത് എന്താ പറഞ്ഞിട്ടല്ലേ? ഈ പോയിന്റ് ഉണ്ട്, ഈ മിറർ, സോറി, ഈ ലൈനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം മക്കളെ? ഈ ലൈനെ നമ്മൾ മിറർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. കണ്ണാടി അല്ലെ? കണ്ണാടിയുടെ പ്രത്യേകത എന്താ? നമ്മൾ എത്ര അകലത്തിൽ നിൽക്കുന്നു അത്രയും തന്നെ അകലത്തിൽ കണ്ണാടിയുടെ പുറകു വശത്തിലായിരിക്കും ഉണ്ടാവുക, ഇമേജ് ഉണ്ടാവുക അല്ലെ? ഇത് എത്രയാണോ ഡിസ്റ്റൻസ്, ഇത് ഡി ആണെങ്കിൽ മക്കളെ അത്രയും തന്നെ ഡിസ്റ്റൻസ് ബാക്കോട്ട് ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക? എന്റെ ഇമേജ് ഉണ്ടാവുക അല്ലെ? ഇതിനെ പി എന്നും ഇതിനെ ഞാൻ ക്യൂ എന്നും വിളിച്ചു. റെഡി? യെസ്. ഈ പോയിന്റ് ഞാൻ എഫ് എന്ന് വിളിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, പിയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണ്, എഫിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് ഒന്ന് തന്നെയാ ഡി ആണ്. ഇതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയില്ലല്ലോ, ഞാൻ x2 y2 എന്ന് കൊടുത്തു. റെഡി? അപ്പൊ നോക്കിക്കേ, ആ പി ക്യൂ എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് അല്ലേ മക്കളെ എഫ് അല്ലെ? കണ്ടോ? ഈ ഡിസ്റ്റൻസ് ഡിയും ഈ ഡിസ്റ്റൻസ് ഡി അല്ലേ? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം നമ്മള്? സാധാരണഗതിയിൽ ഒരു മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കും. യെസ്, എക്സ്ട്രീം പോയിന്റ്സ് x1 + x2/2 ചെയ്യുമ്പോൾ മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും. y1 + y2/2 ചെയ്യുമ്പോൾ മിഡ് പോയിന്റിന്റെ y കോർഡിനേറ്റ് കിട്ടും അല്ലെ? അതായത് 3 + x2/2 ചെയ്യുമ്പോൾ അവിടെയുള്ള മിഡ് പോയിന്റ് ആരാ? 1,2 എക്സ് കോർഡിനേറ്റ് 1 കിട്ടും. റെഡി? ദാറ്റ് ഈസ് 3 + x2 എനിക്ക് 2 കിട്ടും, x2 എനിക്ക് എന്ത് കിട്ടി? -1 അല്ലെ? അതുപോലെ y കോർഡിനേറ്റ്സ് 8 + y2/2 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ മിഡ് പോയിന്റിന്റെ y കോർഡിനേറ്റ് ആയ 2 കിട്ടും അല്ലെ? ദാറ്റ് ഈസ് 8 + y2 = 4. 8 + y2 = 4. നമുക്ക് y2 എത്ര കിട്ടും? 4 - 8 എത്ര കിട്ടും? -4. റെഡി? സോ മിറർ കിട്ടി നമുക്ക്, സോറി ഇമേജ് കിട്ടി നമുക്ക്. എത്ര കിട്ടി? യെസ്, -1, -4 കിട്ടി. ഓക്കെ അല്ലേ? മിററിന്റെ അല്ല, എന്താണ് കിട്ടിയ നമുക്ക്? മിറർ അല്ലല്ലോ, ഇമേജ് കേട്ടോ. ഇമേജിന്റെ കോർഡിനേറ്റ് കിട്ടി -1, -4. റെഡി? യെസ്. If the lines 2x + y - 3 = 0, 5x + ky - 3 = 0, 3x - y - 2 = 0 are concurrent. Concurrent എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കേട്ടോ. ഒരേ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് കൺകറന്റ് ലൈൻസ്. റെഡി? അപ്പൊ ഇതിന്റെ ഒക്കെ കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് ആര്? ഈ പോയിന്റ് പി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഈ പോയിന്റ് അങ്ങ് കണ്ടുപിടിച്ചാൽ പോരെ, x, y. റെഡി? എടാ, രണ്ട് ലൈൻസ്, ഞാൻ ഫസ്റ്റ് ലൈനും രണ്ടാമത്തെ ലൈനും എടുത്തു കേട്ടോ. 2x + y = 3 എടുത്തു, 3x - y = 2 എടുത്തു. മക്കളെ, രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്താൽ y അങ്ങ് ക്യാൻസൽ ആയി പോകില്ലേ അല്ലേ? 2x + 3x എത്രയാ? 5x. y + -y ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി. 3 + 2 ചെയ്യുമ്പോൾ 5. x നമുക്ക് എത്ര കിട്ടി? 1. x കിട്ടിയാൽ എങ്ങനെ y കണ്ടുപിടിക്കാം? ഇഷ്ടമുള്ള ഇക്വേഷൻ കൊടുക്കാം. 2x + y = 3 2 × x 1 കൊടുത്താൽ 2 + y = 3. y എത്ര കിട്ടി നമുക്ക്? 3 - 2. y ഉം 1 കിട്ടി. x ഉം y എത്രയാ? 1. അപ്പോ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് കിട്ടി. എത്രയാണ്? 1,1. ആ പോയിന്റ് ഇവിടെ കൊടുത്താലും സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? യെസ്. 5x ഞാൻ ഇവിടെ മായ്ക്കുന്നുണ്ട്. യെസ്, ശ്രദ്ധിക്കുക. 5x + ky = -3. ഇങ്ങോട്ട് പോകുമ്പോൾ 3 കേട്ടോ. x ഉം y ഉം 1 ആണല്ലോ. യെസ്, 5 + k ചെയ്യുമ്പോൾ 3 കിട്ടും. k എത്ര കിട്ടും? 3 - 5 ചെയ്യുമ്പോൾ k -2. റെഡി? യെസ്. വെർട്ടീസസ് ഓഫ് ട്രയാങ്കിൾ PQR. ട്രയാങ്കിൾ PQR തന്നിട്ടുണ്ട്, ഞാൻ വരക്കുന്നുണ്ട്. PQR. ഓക്കെ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ റെപ്രസെന്റിംഗ് ദ സൈഡ് PQ. PQ എന്ന് പറയുന്ന ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന, ആ സൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എടാ, ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റ് പിയും അറിയാം, ക്യൂവും അറിയാം. ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. പിന്നെ എന്ത് വേണം? ആ ലൈനിന്റെ സ്ലോപ്പ് അറിയണം അല്ലെ? എങ്ങനെ PQന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക? യെസ്, PQന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. യെസ്, സ്ലോപ്പ് ഓഫ് PQ = എങ്ങനെ ചെയ്യും? y2 - y1 അല്ലെ? 4 - 0 ഡിവൈഡഡ് ബൈ 5 - 1 എത്ര കിട്ടും? 4/4 ചെയ്താൽ ആൻസർ അവിടെ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. റെഡി? അപ്പൊ സ്ലോപ്പ് 1 കിട്ടിയില്ലേ?
ഇക്വേഷൻ ഓഫ് പി ക്യു ഏതാലോ? എന്താ ഇക്വേഷൻ? y മൈനസ് y0. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. ഞാൻ പി ആണ് എടുക്കുന്നത്. y മൈനസ് y0 അവിടെ 0 ആണ്. ഈക്വൽ ടു സ്ലോപ്പ് m1 x മൈനസ് x0 അവിടെ എത്രയാ? 1. അപ്പൊ y ഇസ് ഈക്വൽ ടു 1 into x, x 1 into minus 1, minus 1. ആൻസർ x minus y minus 1 equal to 0. Ready? Okay അല്ലേ? Yes. Find equation of line through R perpendicular to the side PQ. എടാ PQ ന്റെ സ്ലോപ്പ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചല്ലേ തൊട്ട് മുന്നേ? PQ ന്റെ സ്ലോപ്പ് എത്രയാ? PQ ന്റെ സ്ലോപ്പ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ് 1 അല്ലേ? അപ്പൊ PQ ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? റെസിപ്രോക്കൽ. 1 ന്റെ റെസിപ്രോക്കൽ 1 ആണ്. ചിഹ്നം മാറ്റി എത്ര കിട്ടും? -1. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇൻറ്റു ചെയ്താൽ -1 അല്ലേ? ക്ലിയർ ആ? അപ്പൊ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് കിട്ടി കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഏതാലോ? ലൈൻ പാസിംഗ് ത്രൂ ആർ എന്നല്ലേ പറഞ്ഞേ? അപ്പോ 6 പോയിന്റ് ആയിട്ടോ. 6 ഏതാ? -1,4. ഇക്വേഷൻ ഏതാലോ? യെസ്. y മൈനസ് y0, y0 4, m മൈനസ് 1 into x മൈനസ് x. റെഡി? y മൈനസ് 4 ഈക്വൽ ടു മൈനസ് x മൈനസ് ഓഫ് -1 പ്ലസ് 1 ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടും -1. റെഡി? അപ്പൊ ആൻസർ x പ്ലസ് y -4 ഓൾറെഡി അവിടെ ഉണ്ട്. -1 ഇങ്ങോട്ട് വന്നാൽ -4 പ്ലസ് 1 -3 ആയി. ആൻസർ. ഓക്കെ? യെസ്. ശ്രദ്ധിക്കാം. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദ ലൈൻ. നമ്മൾ ചെയ്തല്ലേ? ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദ ലൈൻ x മൈനസ് 7y പ്ലസ് 5 ഈക്വൽ ടു 0. എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -a/b അല്ലെ? മൈനസ് a എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ. എക്സിന്റെ കൂടെ ഇവിടെ സംഖ്യ ഒന്നും ഇല്ല, 0 എന്ന് എഴുതരുത്. എക്സിന്റെ കൂടെ ആരാ? 1. ബൈ b ആരാ മക്കളെ? y ന്റെ കോഎഫിഷ്യന്റ്. y ന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ഏതാ? -7. എത്ര കിട്ടി? 1/7. റെഡി? യെസ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ പെർപെൻഡിക്കുലർ ടു ദി അബവ് ലൈൻ ഹാവിംഗ് x ഇന്റർസെപ്റ്റ് 3. സി, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ എഴുതണം. സച്ച് ദാറ്റ് അത് പാസ് ചെയ്യുന്ന പോയിന്റ് ഇന്റർസെപ്റ്റ് എത്രയാ? x ഇന്റർസെപ്റ്റ് 3. മക്കളെ ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ആണെങ്കിലേ അതിന്റെ സ്ലോപ്പ് എന്തുവരടാ? പെർപെൻഡിക്കുലർ അതിന്റെ സ്ലോപ്പ് എങ്ങനെ വരും? യെസ്, നിങ്ങൾ റെസിപ്രോക്കൽ എടുക്കുക, നെഗറ്റീവ് എടുക്കുക അല്ലെ? സോറി, യെസ്, റെസിപ്രോക്കൽ എടുക്കുക, നെഗറ്റീവ് എടുക്കുക. 1/7 റെസിപ്രോക്കൽ എടുത്താൽ 7/1 ആണ്. ഇത് പോസിറ്റീവ് ആണ്, അതെന്തായിരിക്കും? -7. ഓക്കെ? അപ്പൊ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പായി -7. ഇനി x ഇന്റർസെപ്റ്റ് 3 ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ? x ഇന്റർസെപ്റ്റ് 3 ആണെന്ന് പറഞ്ഞാൽ ആ പോയിന്റ് x ആക്സിസിലാണ്. ആ പോയിന്റ് എങ്ങനെ കൊടുക്കുക നമ്മള്? 3,0. റെഡി? ഇക്വേഷൻ കൊടുത്തേ y മൈനസ് y0 0 ഈക്വൽ ടു -7 ഇൻറ്റു x മൈനസ് 3. y is equal to -7x plus 21, 7x plus y minus 21 equal to 0. Ready? Find the x and y intercept of the line 3x minus 4y plus 10 equal to 0. എങ്ങനെയാ ഇന്റർസെപ്റ്റ് ഫോം എഴുതാ? x by a plus y by b equal to 1. റെഡി? അപ്പോൾ 3x minus 4y plus 10 equal to 0 ആണ് നമ്മുടെ ലൈൻ. റെഡി? എങ്ങനെ മാറ്റണം ശ്രദ്ധിക്കുക. 3x ശ്രദ്ധിക്കട്ടോ. 3x minus 4y equal to ഞാൻ എന്ത് കൊടുത്തു? -2. റെഡി? മക്കളെ ഇക്വേഷന്റെ ഈ ഭാഗത്ത് 1 വരണം. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ ടേംസിനും നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഏതാണ് സംഖ്യ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഞാൻ എല്ലാത്തിനും -10 വെച്ച് ഡിവൈഡ് ചെയ്തു. റെഡി? എത്ര കിട്ടിയടാ? ഇവിടെ 3x by -10 കിട്ടി അല്ലെ? ഈ മൈനസും പ്ലസ് ആയല്ലോ. 4y/10 കിട്ടി. ഇവിടെ -10 by -10 എന്ത് കിട്ടി? 1 കിട്ടി. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം. x by -10/3 -10/3. പ്രശ്നമുണ്ടോ? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ആക്കി എഴുതാം. യെസ്. പ്ലസ് y by ഇയാൾ എങ്ങനെ മാറ്റി എഴുതും? 10/4 ഈക്വൽ ടു 1. ഓക്കെ, ഇന്റർസെപ്റ്റ് ഫോം. എക്സ്പ്രസ് ദി അബോവ് ലൈൻ ഇന്റർസെപ്റ്റ് ഫോം അത് തന്നെയാണ് എഴുതിയത്. ഏതാ x ഇന്റർസെപ്റ്റ്? -10/3. ഏതാ y ഇന്റർസെപ്റ്റ്? 10/4. റെഡി? യെസ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x ഫോർ വിച്ച് ദ പോയിന്റ്സ് x minus 1, 2, 1, 4, 5 are collinear. എന്താ collinear? Points collinear means they lie on the same line. Same line of action വരുന്ന പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് collinear അല്ലെ? ഈ 3 പോയിന്റ് ABC എന്ന് കൊടുത്തേ. എടാ ഇത് collinear ആണെങ്കിൽ ഇതെല്ലാം ഒരേ ലൈനിന്റെ ഭാഗമല്ലേ? ABC. കറക്റ്റ്? സി, ഒരേ ലൈനിന്റെ ഭാഗമാണ് അല്ലെ? collinear ആണെങ്കിൽ ഒരേ ലൈനിന്റെ ഭാഗം. ദാറ്റ് ഈസ് x, -1 ഇത് 2, 1 ഇത് 4, 5.
ശ്രദ്ധിക്കണേ. എങ്കിൽ സ്ലോപ്പ് ഓഫ് എ ബി എന്തിന് ഈക്വൽ ആയിരിക്കണം? സ്ലോപ്പ് ഓഫ് ബി സി. കാരണം ഒരേ ലൈൻ അല്ലേ? ലൈൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകണം അല്ലേ? ഒരു ഭാഗത്ത് ഒരു ചെരിവ് മറ്റേ ഭാഗത്ത് വേറെ ചെരിവാണെങ്കിൽ അത് ലൈൻ ആവില്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ സ്ലോപ്പ് ഓഫ് എ ബി എന്തിന് ഈക്വൽ ആയിരിക്കണം? സ്ലോപ്പ് ഓഫ് ബി സി, സിൻസ് ദേ ആർ കൊളീനിയർ ആണെങ്കിൽ. റെഡി? അപ്പൊ സ്ലോപ്പ് ഓഫ് എ ബി എങ്ങനെ കണ്ടുപിടിക്കും? പോയിന്റ് എ അറിയാം, പോയിന്റ് ബി അറിയാം. എങ്ങനെ കണ്ടുപിടിക്കാം? 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് എക്സ്. ഓക്കെ, 2 മൈനസ് എക്സ്. സ്ലോപ്പ് ഓഫ് ബി സി എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2. എത്ര കിട്ടി? 1 മൈനസ് 1 ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. താഴെ 2 മൈനസ് എക്സ് മാറ്റില്ല. 5 മൈനസ് 1 4 ആണ്. ഇവിടെ 4 മൈനസ് 2 ചെയ്യുമ്പോൾ 2 കിട്ടും അല്ലേ? എത്ര കിട്ടിയടാ? 4/2 4/2 4/2 എത്രയാ? 2. ഓക്കെ, 2. ഈ 2 കട്ട് ചെയ്യാലോ. എന്ത് കിട്ടി? 1 ഇസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് എന്ന് കിട്ടി. എക്സ് എത്ര കിട്ടും മക്കളെ? 2 മൈനസ് 1 ചെയ്യുമ്പോൾ ആൻസർ 1 എന്ന് കിട്ടും. റെഡി? അപ്പോ എക്സിന്റെ വാല്യൂ എത്ര കൊടുക്കണം? എക്സിന്റെ വാല്യൂ നമുക്ക് കൊടുക്കേണ്ടത് 1 ആയിക്കഴിഞ്ഞാൽ these 3 points are collinear. Find equation of line passing through -3,5 and perpendicular to the line through the points 2, 5 and -3, 6. കേട്ടോ, -3,5 പാസ് ചെയ്ത് പോകണം. ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം? വേറെ ലൈന് പെർപെൻഡിക്കുലർ. ആ പെർപെൻഡിക്കുലർ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് വന്നിട്ടുണ്ടല്ലോ 2, 5 -3, 6 അല്ലെ? അപ്പൊ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാലോ അല്ലെ? 2,5 -3,6 പാസ് ചെയ്ത് പോകുന്ന ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ശ്രദ്ധിക്കുക. യെസ്, 6 മൈനസ് 5 ഡിവൈഡഡ് ബൈ -3 -2 അല്ലെ? 6 മൈനസ് 5 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ അവിടെ 1 കിട്ടും. -3 -2 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും -2 കിട്ടും. റെഡി? ഇതാണ് പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ സ്ലോപ്പ് എന്ത് വരും അപ്പോ? യെസ്, സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സി, ഈ ലൈനിന് പെർപെൻഡിക്കുലർ അല്ലേ മറ്റേ ലൈൻ? അപ്പൊ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കുക? നിങ്ങൾ റെസിപ്രോക്കൽ എടുക്കുക, ചിഹ്നം മാറ്റുക. ഇത് മൈനസ് ആണ്, അപ്പോൾ ഡെഫിനറ്റ്ലി ഈ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ? 1/5 തിരിച്ചിട്ട് എന്ത് കിട്ടും? 5. റെഡി? എങ്ങനെ ലൈനിന്റെ ഇക്വേഷൻ എഴുതണ്ടേ? ലൈൻ കടന്നു പോകുന്ന പോയിന്റ് തന്നിട്ടുണ്ട് -3, 5. സ്ലോപ്പ് തന്നിട്ടുണ്ട് 5. എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? y - 5 is equal to m 5 into x minus -3. y - 5 is equal to 5 into x plus 3. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. y - 5 equal to 5x plus 15. റെഡി? 5x plus 15 എത്ര കിട്ടുക? 5x. y അങ്ങോട്ട് വന്നാൽ -y. 15 ഓൾറെഡി അവിടെ -5 കാത്തു വെക്കുന്നുണ്ട്. -5 ഇങ്ങോട്ട് വന്നാൽ +5. 15 5 ചേർത്താൽ 20 equal to 0. Reduce the equation 6x plus 3y minus 5 equal to 0 into slope intercept form. അല്ലേ? എന്താ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? y equal to mx plus c അല്ലേ? ഈ സ്ട്രക്ചറിലേക്ക് മാറ്റണം കേട്ടോ. എങ്ങനെ മാറ്റും ശ്രദ്ധിക്കട്ടോ. 6x plus 3y minus 5 equal to 0. നമുക്ക് y-ന്റെ ടേം മാത്രം മതി, ബാക്കിയെല്ലാം അങ്ങോട്ടേക്ക് എടുക്കാം അല്ലെ? അപ്പൊ നോക്കിയേ, 3y is equal to 6x അങ്ങോട്ട് പോയാൽ എന്ത് വരും? -6x. -5 ഇങ്ങോട്ട് വന്നാൽ എന്ത് വരും? +5. മക്കളെ ഇക്വേഷനിലെ y മാത്രം മതി. y-ന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ഇവിടെ 3 അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യണടാ? എല്ലാത്തിനും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 3y/3 1 ആയി. -6/3 ചെയ്യുമ്പോൾ കിട്ടും -2x. 5 ചെയ്യുമ്പോൾ കിട്ടും 5/3. റെഡി? രണ്ടും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയല്ലോ. ആരാ y ഇന്റർസെപ്റ്റ്? y ഇന്റർസെപ്റ്റ് തന്നാൽ ഈ പുള്ളിയാണ് y ഇന്റർസെപ്റ്റ് 5/3. Consider the point -4,1 0,5. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ അറിയാലോ. x1 plus x2/2 y1 plus y2/2. ഓക്കെ, യെസ്, വേണമെങ്കിൽ ചെയ്യാം. മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കിക്കോ. യെസ്, p q അറിയാം കേട്ടോ. x കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? -4 plus 0 -4 -4/2 ചെയ്യുമ്പോൾ കിട്ടും -2. റെഡി? 1 ഉം 5 1 plus 5 ചെയ്യുമ്പോൾ 6 6/2 ചെയ്യുമ്പോൾ കിട്ടും 3. ദിസ് ഈസ് ദ മിഡ് പോയിന്റ്. Okay, find equation of line passing through the midpoint of PQ parallel to the line 3x minus 4y plus 2 equal to 0. മക്കളെ നമ്മൾ കണ്ടുപിടിച്ച മിഡ് പോയിന്റ് ഇവിടെ പാസ് ചെയ്യണം. പക്ഷെ ആർക്ക് പാരലൽ ആയിരിക്കണം? ഈ ലൈനിന് പാരലൽ ആയിരിക്കണം. നമ്മൾ പെർപെൻഡിക്കുലാരിറ്റി ഒരുപാട് ചെയ്തു അല്ലെ? എന്താ പാരലൽ ലൈൻസിന്റെ പ്രത്യേകത? പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ചെരിവ് ഈക്വൽ ആയിരിക്കും, സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും അല്ലെ? മക്കളെ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ത് വരടാ? m is equal to -a/b വെച്ച് ചെയ്തേ. -a എന്ന് പറയുന്നത് 3 ആണ്. y എന്ന് പറയുന്നത് y യുടെ കോഎഫിഷ്യന്റ് എത്രയാ? -4. എത്ര കിട്ടും? 3/4.
അല്ലെ? അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് 3/4 ആണെങ്കിൽ മക്കളെ ഈ ലൈനിന്റെ പാരലൽ ആയിട്ട് വരുന്ന എല്ലാ ലൈനിന്റെ സ്ലോപ്പും തന്നെയാ 3/4 കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക y മൈനസ് 0.3 is equal to 3/4 into x minus -2 ചെയ്യുമ്പോൾ x plus 2. റെഡി? 4y മൈനസ് 12 4 അങ്ങോട്ട് എടുത്തു കേട്ടോ, ഈക്വൽ ടു 3x plus 6. ആൻസർ 3x, 4y ഉണ്ടെന്ന് -4y, 6ന്റെ കൂടെ അഗൈൻ -12 ഇങ്ങോട്ട് വന്നാൽ +12 അല്ലേ, എത്ര കിട്ടി? 18 ഈക്വൽ ടു 0. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, നമ്മൾ ഓൾറെഡി ചെയ്താണ്. കഴിയും. അപ്പോൾ ഇത്രയാണ് സ്ട്രേറ്റ് ലൈൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്ട്രേറ്റ് ലൈൻസ് കാര്യമായിട്ട് അങ്ങനെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. കാരണം നിങ്ങൾ അതിന്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇക്വേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കൺസെപ്റ്റ് മനസ്സിലാക്കുക. രണ്ട് ലൈൻസ് പാരലൽ ആകുമ്പോൾ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ട് ലൈനിന്റെ സ്ലോപ്പ് ഇൻറ്റു ചെയ്താൽ -1 കിട്ടണം. മിഡ് പോയിന്റ് ഫോർമുല അല്ലെ, മീഡിയന്റെ കൺസെപ്റ്റ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? കൺസെപ്റ്റുകൾ സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻസ് എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് കിട്ടണം? ആൻസർ കിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.